CPIM ബ്രാഞ്ച് സമ്മേളനത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം തോൽവിയായിരിക്കുമെന്ന വിമർശനമാണ് ഉയർന്നു കേൾക്കുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടത് സർക്കാരിന് കാര്യമായ വിജയം നേടാൻ കഴിഞ്ഞില്ല. ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണൻ മാത്രമാണ് ഇടത് സർക്കാരിന് വിജയം നേടിക്കൊടുക്കാൻ സാധിച്ചത്. 20 മണ്ഡലങ്ങളിൽ 18 എണ്ണത്തിലും കോൺഗ്രസ് ആധിപത്യം പുലർത്തിയപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. മാത്രമല്ല BJP ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു തൃശ്ശൂരിൽ അന്ന് കാണാനായത്. ഇടതുപക്ഷവും 1 എന്ന കണക്കിൽ എത്തിയതായിരുന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ CPM ബ്രാഞ്ചുകൾ ചർച്ച ചെയ്തു. അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുകയും ചെയ്തു. CPIM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഈ മാസം 1-ാം തീയതിയാണ് ആരംഭിച്ചത്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വലിയ ചർച്ചയായി PV അൻവറിന്റെ ആരോപണങ്ങൾ മാറുന്നുവെന്നാണ് വിവരം. ആരോപണങ്ങളിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും സംഘടന തലത്തിലുള്ള അന്വേഷണം നടക്കണമെന്ന ആവശ്യവും ഉയർന്നു. ഇതോടെയാണ് രൂക്ഷ വിമർശനവും ഉയർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റവും അതിന് പ്രധാന കാരണമായി ഉയർത്തിക്കാണിച്ചതാണ്. സ്വർണ്ണക്കടത്ത് വിവാദവും പെൻഷൻ കുടിശ്ശികയുമെല്ലാം പ്രധാന വിഷയങ്ങളായിരുന്നു. ഇതെല്ലാം ഉയർത്തിക്കാട്ടി CPIM കേന്ദ്ര നേതൃത്വം തിരുത്തൽ നടപടികൾ ആവശ്യപ്പെട്ടു. നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം തിരുത്തൽ നടപടികൾ സർക്കാർ ആരംഭിച്ചു വരികയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ADGP അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ഉയർന്ന ഈ ആരോപണം. ഇത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും പ്രതിഷേധത്തിലേക്കും വഴിവെച്ചു എന്ന് മാത്രമല്ല, ഇതിനെ ബാധിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയായിരിക്കും. ആഭ്യന്തര വകുപ്പും സർക്കാരും ഇത്തരം കരിനിഴലിൽ നിൽക്കുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്. അതിനിടെ തിരുവനന്തപുരത്ത് 2 ഇടങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുടങ്ങിയിരുന്നു. പാർട്ടി അംഗങ്ങളുടെ ബഹിഷ്കരണം മൂലം ചെമ്മാരതി ലോക്കൽ സമിതിക്ക് കീഴിലുള്ള ബംഗ്ലാവ് ബ്രാഞ്ചിന്റെ സമ്മേളനം സെപ്റ്റംബർ 2-നായിരിക്കും നടക്കേണ്ടിയിരുന്നത്. എന്നാൽ അംഗങ്ങൾ ബഹിഷ്കരിച്ചതോടെ സമ്മേളനം നടന്നില്ല. ബ്രാഞ്ച് സെക്രട്ടറി ഒഴികെ ആരും സമ്മേളനത്തിന് എത്തിയിരുന്നുമില്ല. എന്തായാലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിവെക്കും മുൻപ് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതേസമയം ഗുരുതരമായ വിഷയങ്ങളാണ് PV അൻവർ വെളിപ്പെടുത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും നേരെയുമാണ് ഇത്തരത്തിൽ ആരോപണം അഴിച്ചുവിട്ടത്. ഇടത് അനുഭാവിയായ PV അൻവർ ഇത്തരത്തിൽ ഇടത് സർക്കാരിന് നേരെ തിരിഞ്ഞ് ഇത്തരം വിഷയം ആരോപിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമുണ്ടായിരിക്കണം. ഇത്തരത്തിൽ ശശിയെ സംശയമുനയിൽ നിർത്തിക്കൊണ്ട് പിന്നിലൂടെ മറ്റെന്തെങ്കിലും നേടാനുള്ള ശ്രമമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ശശിയുടെ മേൽ കുറ്റാരോപണം ഉന്നയിച്ചുകൊണ്ട് എല്ലാ കേസുകളും കെട്ടിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ എല്ലാ തരത്തിലും മാറ്റി നിർത്തി മന്ത്രി മുഹമ്മദ് റിയാസിനെ ആഭ്യന്തരം നൽകാനുള്ള നീക്കമാണെന്ന് പൊതുവെ ഉയർന്നു വരുന്ന ആരോപണം. എല്ലാത്തിനുമുള്ള മറുപടി നൽകേണ്ടത് എന്തായാലും മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി കൂടി പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.